അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിൽ അസ്വസ്ഥതകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾ ഒരു സമ്പൂർണ്ണ വ്യാപാര യുദ്ധത്തിലേക്ക് വഴി തുറന്നേക്കാവുന്ന ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ഈ പ്രതിസന്ധിയുടെ ആഴവും വ്യാപ്തിയും അതുപോലെ ആഗോള സമ്പദ് വ്യവസ്ഥയിലും സാധാരണ ജനജീവിതത്തിലും ഇത് ചെലുത്താൻ സാധ്യതയുള്ള സ്വാധീനവും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 7200 കോടി യൂറോയുടെ ഇറക്കുമതി തീരുവ ചുമത്താൻ യൂറോപ്യൻ കമ്മീഷൻ ഒരുങ്ങുന്നുവെന്ന വാർത്തയാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ബോയിംഗ് വിമാനങ്ങൾ മുതൽ ബർബൺ വിസ്കി വരെ ഉൾപ്പെടുന്ന ഒരു വലിയ പട്ടികയാണ് യൂറോപ്യൻ യൂണിയൻ തയ്യാറാക്കിയിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഓഗസ്റ്റ് 1 മുതൽ 30% തീരുവ ഈടാക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കുള്ള ഒരു മറുപടിയാണ് ഈ നീക്കം. ഈ നടപടി കേവലം പ്രതികാര നടപടിയായി മാത്രം കാണാൻ കഴിയില്ല. യൂറോപ്യൻ കമ്മീഷൻ അംഗരാജ്യങ്ങൾക്ക് അയച്ച കത്തിൽ പഴങ്ങൾ, പച്ചക്കറികൾ, രാസവസ്തുക്കൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, വിവിധതരം മദ്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു വിപുലമായ പട്ടികയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തേണ്ട തീരുവ നിരക്ക് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. അംഗരാജ്യങ്ങളുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. തീരുവ പട്ടികയിൽ ലഹരി പാനീയങ്ങളെ ഉൾപ്പെടുത്തിയതിനെ ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ എതിർത്തിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഇതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. യൂറോപ്പിലെ മദ്യ വ്യവസായം അമേരിക്കൻ വിപണിയെ വലിയ തോതിൽ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുമ്പോൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും അമേരിക്കൻ വിപണിയിൽ തിരിച്ചടി നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയാണ് ഈ രാജ്യങ്ങളെ നയിക്കുന്നത്. ഒരു വ്യാപാര യുദ്ധം ഈ മേഖലയിലെ ആയിരക്കണക്കിന് തൊഴിലാളികളെയും വ്യവസായികളെയും പ്രതികൂലമായി ബാധിക്കും. ഈ തീരുവ യുദ്ധം ഒഴിവാക്കുന്നതിനായി ഓഗസ്റ്റ് 1 അമേരിക്കയുമായി ഒരു വ്യാപാര കരാറിലെത്താനുള്ള ചർച്ചകളിലാണ് യൂറോപ്യൻ യൂണിയൻ. ഇത്തരം ചർച്ചകൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട്. ഒരു വ്യാപാര യുദ്ധം ഇരുപക്ഷത്തിനും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തിവെക്കും. ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്, തൊഴിൽ നഷ്ടം, സാമ്പത്തിക മാന്ദ്യം തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിച്ചേക്കാം. അതിനാൽ നയതന്ത്രപരമായ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര സംഘർഷങ്ങൾക്കിടയിലും മെക്സിക്കോയുമായും അമേരിക്കയ്ക്ക് സമാനമായ പ്രശ്നങ്ങളുണ്ട്. മെക്സിക്കോയിൽ നിന്നുള്ള തക്കാളിക്ക് 17% തീരുവ ഉടൻ ചുമത്തുമെന്ന അമേരിക്കൻ സർക്കാരിന്റെ പ്രഖ്യാപനം ഇതിനുദാഹരണമാണ്. തീരുവ ഒഴിവാക്കാനുള്ള ചർച്ചകൾ കരാറിലെത്താതെ അവസാനിച്ചതിനെ തുടർന്നാണ് ഈ നീക്കവും. അമേരിക്കയ്ക്ക് ആവശ്യമായ തക്കാളിയുടെ 70% എത്തുന്നത് മെക്സിക്കോയിൽ നിന്നാണ്. ഈ തീരുവ ചുമത്തുന്നതിലൂടെ മെക്സിക്കോയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാനും അമേരിക്കയിലെ തക്കാളി കൃഷി വിപുലീകരിക്കാനും കഴിയുമെന്നാണ് അമേരിക്കൻ സർക്കാർ കണക്കുകൂട്ടുന്നത്. എന്നാൽ ഈ നീക്കം തക്കാളി വില വർദ്ധിപ്പിക്കുമെന്നും സാധാരണ ഉപഭോക്താക്കൾക്ക് ഇത് അധിക ഭാരമാകുമെന്നും വിമർശകർ വാദിക്കുന്നുണ്ട്. ഇത്തരം തീരുവകൾ ആഭ്യന്തര ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുമെങ്കിലും അത് വിപണിയിലെ വിലകളെ സാരമായി ബാധിക്കുകയും ഉപഭോക്താക്കൾക്ക് അധികം ചിലവ് വരുത്തുകയും ചെയ്യും. ഒരു പൂർണ്ണമായ വ്യാപാര യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഇറക്കുമതി തീരുവകൾ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കും. ഇത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നതിലേക്ക് നയിക്കുകയും അവരുടെ വാങ്ങൽ ശേഷി കുറയ്ക്കുകയും ചെയ്യും. അതോടൊപ്പം പല വ്യവസായങ്ങളും, പ്രത്യേകിച്ചും കയറ്റുമതിയെ ആശ്രയിക്കുന്നവ, വ്യാപാര യുദ്ധം കാരണം തകരുകയും ഇത് തൊഴിൽ നഷ്ടങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് യൂറോപ്പിലെ മദ്യ വ്യവസായം വലിയ പ്രതിസന്ധിയിലാകും. അതോടൊപ്പം ആധുനിക ലോകത്ത് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിലെ ഘടകങ്ങൾ ഉപയോഗിക്കുന്നു. വ്യാപാര തടസ്സങ്ങൾ ഈ സങ്കീർണമായ വിതരണ ശൃംഖലയെ തകർക്കുകയും ഉൽപാദനത്തെ ബാധിക്കുകയും ചെയ്യും. ആത്മവിശ്വാസം കുറയുകയും വ്യാപാര തടസ്സങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിച്ചേക്കാം. സാമ്പത്തിക പ്രശ്നങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും സാമൂഹിക അസ്വസ്ഥതകൾക്കും കാരണമാകും. നിലവിലെ സാഹചര്യത്തിൽ നയതന്ത്രപരമായ ഇടപെടലുകളും തുറന്ന ചർച്ചകളും അനിവാര്യമാണ്. പരസ്പര വിട്ടുവീഴ്ചകളിലൂടെയും ധാരണകളിലൂടെയും മാത്രമേ ഈ വ്യാപാര സംഘർഷങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയൂ. സംരക്ഷണവാദം ഹ്രസ്വകാല നേട്ടങ്ങൾ നൽകിയേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷകരമാണ്. ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ അയവ് വരുത്തി സാധാരണ ജനങ്ങളുടെയും വ്യവസായങ്ങളുടെയും ഭാവിയെ മുൻനിർത്തി ഒരു ധാരണയിലെത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്തപക്ഷം ഈ വ്യാപാര യുദ്ധം ആഗോള സാമ്പത്തിക ഭാവിയെ തന്നെ ഇരുണ്ടതാക്കും. ഈ സാഹചര്യത്തിൽ ആഗോള വ്യാപാര ബന്ധങ്ങളിൽ സമാധാനപരവും സഹകരണപരവുമായ സമീപനം സ്വീകരിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. എന്തായിരിക്കും ഈ ചർച്ചകളുടെ അന്തിമ ഫലമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.